പുട്ടുണ്ടാക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പുട്ടിലാവി വന്നിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചായിരുന്നു. ഇഞ്ചിയും പച്ചമുളകുമാണ് വാങ്ങിച്ചത്. ഇഞ്ചിക്കും പച്ചമുളകിനും കൂടെ ചേർത്ത് 25 രൂപയാണായത്. അതായത് 20 രൂപയുടെ ഇഞ്ചിയും 5 രൂപയ്ക്ക് പച്ചമുളക് മേടിച്ചു. ഇത്ര ഇഞ്ചിയാണ് 20 രൂപയ്ക്ക് കിട്ടിയത്. ഇഞ്ചി ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ 2 ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. പച്ചമുളക് ഇതുപോലെ ഞെട്ട് കളഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പൊട്ടിപ്പോയ പച്ചമുളകൊന്നും വെക്കാറില്ല. ഇതുപോലെ പൊട്ടിപ്പോയ പച്ചമുളകൊക്കെ നല്ല പച്ചമുളകിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ നല്ല പച്ചമുളകും കൂടെ പെട്ടെന്ന് തന്നെ കേടായി പോകും. ചായ ഇടുവാണ്. ബഫലോ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതൽ വയ്ക്കുന്നുണ്ട്. ബഫലോ മിൽക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണല്ലോ. ഇതുപോലത്തെ ഇല തേയിലയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവുമല്ലോ. ഇത്തരത്തിലുള്ള തേയില ഇലയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഇല തേയില ഉപയോഗിക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ചായക്ക് കടുപ്പം ഉണ്ടാകത്തുള്ളൂ. വെള്ളം തിളച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതിൽ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ കടുപ്പം വെള്ളത്തിലേക്ക് ഉണ്ടാകത്തുള്ളൂ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പാവയ്ക്ക തോരൻ വയ്ക്കാം. പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കണം. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള പാവയ്ക്ക ആയതുകൊണ്ട് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചെറിയ പാവയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു പിടി മാത്രം മതിയാകും. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി പാവയ്ക്ക നല്ലതുപോലെ വേവിച്ചെടുക്കാം. 2-3 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻ വറുക്കാനായിട്ട് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, തണുപ്പായല്ലോ ഇവിടെ, അതുകൊണ്ട് വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. മീൻ തയ്യാറാവുന്ന സമയം കൊണ്ട് കഞ്ഞി വാർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. തിളപ്പിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഒന്ന് ഡൈലൂട്ടായി കിട്ടാനാണ്. കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വറുക്കാം. ചെമ്മീനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ എപ്പോഴും ചെമ്മീൻ നല്ലതുപോലെ വറുത്ത് റോസ്റ്റാക്കി എടുക്കാറുള്ളൂ. അതായത് അത്യാവശ്യം നല്ലതുപോലെ വേവിക്കും. 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ റെഡിയാകും എന്നൊക്കെ പറയും. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാനും താല്പര്യപ്പെടുന്നില്ല. നല്ലതുപോലെ വേവിച്ച് റോസ്റ്റാക്കിയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ശരിയാണ്, കുറച്ച് റബ്ബർ പോലെയൊക്കെ ആയി പോകുമായിരിക്കും, എങ്കിൽ പോലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. കാരണം ചെമ്മീനൊക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പേപ്പറിലും വാർത്തയിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അലർജി ഉണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്യാതെയോ നല്ലതുപോലെ കുക്ക് ചെയ്യാതെയൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അലർജി ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ അലർജി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക നമുക്ക് പോലും അറിയില്ല. തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറയാൻ പോലും അവർക്കറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് ചെമ്മീനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയുള്ള ഭാഗത്തിൽ നിന്നും മാറ്റി വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനി ഈ ചൂടിലിരുന്ന് കുറച്ചുകൂടെ മൊരിഞ്ഞ് വന്നോളും. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാനിലെ ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നീക്കം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് കഴിക്കാനായിട്ട് 2 നേന്ത്രപ്പഴം പുഴുങ്ങുന്നുണ്ട്.